അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 4ാം പാഠമാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത്. 4ാം പാഠത്തിൽ അന്നജാസാത്തു വ തത്ഹീറുഹ, ഇതാണ് പാഠത്തിൻ്റെ പേര്. നജസുകളും നജസുകളെ ശുദ്ധീകരിക്കലും എങ്ങനെയാണ് എന്ന് പ്രതിപാദിക്കുന്ന പാഠമാണ്. നമുക്ക് പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. നജസുകൾ 3 വിധമാകുന്നു. 1. മുഗല്ലൽ, നായ, പന്നി, അവയിൽ നിന്ന് ജന്മം കൊണ്ടവ, ഇവയാണ് മുഗല്ലൽ. ഇവ കൊണ്ട് മലിനമായാൽ 7 തവണ കഴുകണം. അതിൽ 1 ശുദ്ധിയായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. നജസിൻ്റെ തടിയുണ്ടെങ്കിൽ അത് ആദ്യം നീക്കിക്കളയണം. അതിനായി പല പ്രാവശ്യം കഴുകേണ്ടി വന്നാലും അത് 1 തവണയായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ. 2. മുത്തവസ്സിത്ത്, മലം, മൂത്രം, രക്തം, ചലം, ഛർദ്ദിച്ചത്, മദിയ്, വദിയ്, മനുഷ്യൻ, മത്സ്യം, ജറാദ് അഥവാ വെട്ടുകിളി, ഇവ അല്ലാത്തതിൻ്റെ ശവം, ലഹരി ദ്രാവകങ്ങൾ മുതലായവ മുത്തവസ്സിത്തായ നജസുകളാണ്. അവ കൊണ്ട് മലിനമായത് നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം. പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറമോ മണമോ രണ്ടിലൊന്ന് നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറമോ മണമോ രണ്ടിലൊന്ന് നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. നിറം, മണം എന്നിവ രണ്ടും കൂടി രുചി മാത്രമോ നീങ്ങുന്നില്ലെങ്കിൽ ശുദ്ധിയാകുന്നതല്ല. നിറം, മണം എന്നിവ രണ്ടും കൂടി രുചി മാത്രം നീങ്ങുന്നില്ല എങ്കിൽ ശുദ്ധിയാകുന്നതല്ല. എന്നാൽ മുറിച്ചു കളഞ്ഞാൽ മാത്രമേ നീങ്ങൂ എന്ന അവസ്ഥയിൽ അത് പൊറുക്കപ്പെടുന്നതാണ്. വെള്ളം 2 കുലത്തിൽ കുറവാണെങ്കിൽ അതിൽ ഇട്ട് കഴുകാവതല്ല. വെള്ളം അതിന്മേൽ ഒഴിച്ചു കഴുകണം. 3ാമത്തെ നജസ് മുഖഫഫ്, പാലല്ലാതെ ഒന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. അതുകൊണ്ട് മലിനമായാൽ മൂത്രം ആയ മുഴുവൻ സ്ഥലത്തും എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി, കഴുകപ്പെടേണ്ടതില്ല. ഭൂമിയിൽ മൂത്രം പോലെയുള്ള നജസ് ആയാൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന നിലക്ക് വെള്ളം ഒഴിച്ചാൽ മതി. വറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നീക്കിയ ശേഷം വെള്ളം ഒഴിക്കണം. നമുക്ക് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ 1ാമത്തെ ഭാഗം ഉത്തരം പറയുക. നജസുകൾ എത്ര വിധമാണ്? ഉത്തരം: നജസുകൾ 3 വിധമാണ്. ചോദ്യം 2. മുത്തവസ്സിത്ത് ഏതെല്ലാം? ഉത്തരം: മലം, മൂത്രം, രക്തം, ചലം, ഛർദ്ദിച്ചത്, മദിയ്, വദിയ്, മനുഷ്യൻ, മത്സ്യം, ജറാദ് അഥവാ വെട്ടുകിളി, ഇവ അല്ലാത്തതിൻ്റെ ശവം, ലഹരി ദ്രാവകങ്ങൾ, ഇവയെല്ലാം മുത്തവസ്സിത്തായ നജസുകളാണ്. ചോദ്യം 3. മുഖഫഫ് ഏതാകുന്നു? ഉത്തരം: പാലല്ലാതെ ഒന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. ചോദ്യം 4. മുഗല്ലൽ ഏതാകുന്നു? നായ, പന്നി, അവയിൽ നിന്ന് ജന്മം കൊണ്ടവ, ഇവയാണ് മുഗല്ലൽ. ചോദ്യം 5. നജസിൻ്റെ രുചി നീങ്ങിയില്ലെങ്കിൽ പൊറുക്കപ്പെടും എപ്പോൾ? ഉത്തരം: മുറിച്ചു കളഞ്ഞാൽ മാത്രമേ നീങ്ങൂ എന്ന അവസ്ഥയിൽ അത് പൊറുക്കപ്പെടും. ചോദ്യം 6. വീടിനകത്ത് മൂത്രമായാൽ ശുദ്ധിയാക്കൽ എങ്ങനെ? ഉത്തരം: ഭൂമിയിൽ മൂത്രം പോലെയുള്ള നജസ് ആയാൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന നിലക്ക് വെള്ളം ഒഴിച്ചാൽ മതി. വറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നീക്കിയ ശേഷം വെള്ളം ഒഴിക്കണം. പഠന പ്രവർത്തനത്തിൻ്റെ 2ാമത്തെ ഭാഗം. ശുദ്ധിയാക്കുന്ന രൂപം വിവരിക്കാം. മുഗല്ലൽ. ചോദ്യം 1. മുഗല്ലൽ അഥവാ മുഗല്ലലായ നജസിനെ ശുദ്ധിയാക്കുന്ന രൂപം വിവരിക്കണം. ഉത്തരം:
7 തവണ കഴുകണം. അതിൽ 1 ശുദ്ധിയായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. നജസിൻ്റെ തടിയുണ്ടെങ്കിൽ അത് ആദ്യം നീക്കണം. അതിനായി പല പ്രാവശ്യം കഴുകേണ്ടി വന്നാലും അത് ഒരു തവണയായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ചോദ്യം 2. മുഖഫഫ് അതിനെ ശുദ്ധിയാക്കുന്ന രൂപം വിവരിക്കാം. ഉത്തരം: മൂത്രം ആയ മുഴുവൻ സ്ഥലത്തും അഥവാ മുഖഫഫായ മൂത്രമായ മുഴുവൻ സ്ഥലത്തും എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി, കഴുകേണ്ടതില്ല. ചോദ്യം 3. മുത്തവസ്സിത്ത് ഇതിനെ ശുദ്ധിയാക്കുന്ന രൂപം വിവരിക്കാം. നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം. പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറമോ മണമോ രണ്ടിലൊന്ന് നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. അടുത്തത് പഠന പ്രവർത്തനത്തിൻ്റെ 3-ാം ഭാഗം. അർത്ഥം എഴുതാം. മുഗല്ലൽ എന്നാൽ കഠിനമായത്. 2. മുത്തവസ്സിത്ത് മധ്യനിലയിലുള്ളത്. 3. മുഖഫഫ് ലഘുവായത്. പഠന പ്രവർത്തനത്തിൻ്റെ 4-ാം ഭാഗം നോക്കാം. പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത 6 മാസം പ്രായമായ കുഞ്ഞനുജത്തി നിങ്ങളുടെ ഡ്രസ്സിൽ മൂത്രിച്ചാൽ എങ്ങനെ ശുദ്ധിയാക്കും? കൊച്ചനുജത്തിയാണ്, ആൺകുട്ടിയല്ല. അതുകൊണ്ട് നജസിനെ വൃത്തിയാക്കുന്നത് പോലെ വൃത്തിയാക്കുക.